ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് മുകേഷ് അംബാനി. നിരവധി ബിസിനസ്സുകൾ അദ്ദേഹത്തിനുണ്ട്. അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയുമാണ്. തൻ്റെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം വളരെ ആഘോഷമാക്കിയായിരുന്നു അദ്ദേഹം നടത്തിയത്. ജൂലൈ 12-നായിരുന്നു ഈ വിവാഹം നടന്നത്. ലോകത്താകെയുള്ള വമ്പൻ സെലിബ്രിറ്റികളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. സംഗീത നിശക്കായി പോപ്പ് ഗായകൻ ജസ്റ്റിൻ ബീബറും വിവാഹത്തിൽ പങ്കെടുക്കാനായി സോഷ്യൽ ഇൻഫ്ലുവൻസറായ കിം കർദഷിയാനും ഇന്ത്യയിലെത്തിയിരുന്നു. ഇവർക്കായി കോടികളാണ് അംബാനി കുടുംബം ചെലവിട്ടത്. ഏതാണ്ട് 5000 കോടിയിൽ അധികം രൂപയാണ് മുകേഷ് അംബാനി തൻ്റെ മകൻ്റെ വിവാഹത്തിനായി ചെലവിട്ടത് എന്ന് പറയുന്നു. എന്നാൽ അവരുടെ ആസ്തി വെച്ച് നോക്കിയാൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണിത്. ഇപ്പോഴത്തെ മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ വലിയ കുതിപ്പാണ് വിവാഹത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നതെന്ന് ആജ് തക് റിപ്പോർട്ട് ചെയ്യുന്നു. 25,000 കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെയാണ് $3 ബില്യൺ അദ്ദേഹം സ്വന്തമാക്കിയത്. ഇത് ഇന്ത്യൻ ബിസിനസ് മേഖലയിലെ മറ്റൊരു റെക്കോർഡാണ്. വളരെ ചെറിയ കാലയളവിലെ ഈ നേട്ടം മുകേഷ് അംബാനിയുടെ മൊത്തം ആസ്തിയിലും പ്രതിഫലിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 5-ന് മുകേഷ് അംബാനിയുടെ ആസ്തി $118 ബില്യൺ ആയിരുന്നു. എന്നാൽ ജൂലൈ 12-ന് ഇത് 121 ബില്യണായിട്ടാണ് ഉയർന്നതെന്ന് ബ്ലൂംബർഗ് പറയുന്നു. ആഗോള സമ്പന്നരുടെ റാങ്കിങ്ങിൽ ഇത് മുകേഷ് അംബാനിക്ക് നേട്ടമായിട്ടുണ്ട്. 12-ാം സ്ഥാനത്തായിരുന്നു നേരത്തെ ആഗോള കോടീശ്വരന്മാരിൽ മുകേഷ് അംബാനി. എന്നാൽ ഈ 25,000 കോടിയുടെ വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 11-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കുതിച്ചിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി അംബാനി ഇപ്പോഴും തുടരുകയാണ്. രാധിക മർച്ചൻറ്റുമായുള്ള വിവാഹം അംബാനി കുടുംബത്തിന് വലിയ ഭാഗ്യം കൂടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇവരുടെ സമ്പത്ത് വർദ്ധിക്കാൻ കാരണം വേറെയുമുണ്ട് എന്നാണ് പറയുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികളിൽ വലിയ കുതിപ്പാണ് ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായത്. ആനന്ദ് അംബാനിയുടെ വിവാഹ ദിവസം മാത്രം റിലയൻസിൻ്റെ ഓഹരികളിൽ 1% വർധനവാണ് ഉണ്ടായത്. കഴിഞ്ഞ ഒരു മാസത്തിൽ 6.65% വർധനവാണ് റിലയൻസിൻ്റെ ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 14.9% ഈ ഓഹരികളിൽ നിന്ന് ലഭിച്ച റിട്ടേൺ. വിവാഹത്തിന് ശേഷം ചെറിയൊരു ഇടിവ് ഈ ഓഹരിയിൽ ഉണ്ടായിരുന്നു. 1.11% ഇടിവ് നേരിട്ടത്. ഒരു ഓഹരിക്ക് 3,159 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടന്നത്. അംബാനി ഗ്രൂപ്പിലുണ്ടായ സാമ്പത്തിക നേട്ടം വെച്ച് നോക്കുമ്പോൾ ആനന്ദിൻ്റെ വിവാഹം നടത്താൻ ചെലവഴിച്ച തുകയുടെ 10 മടങ്ങാണ് അവർക്ക് തിരികെ ലഭിച്ചത്. ഒഴിയുന്തോറും വീണ്ടും നിറയുന്ന അക്ഷയപാത്രം പോലെയാണിപ്പോൾ റിലയൻസ് ഗ്രൂപ്പ്.